ഹായ് ഹലോ ചെറുപ്രായത്തിൽ തന്നെ മെച്യൂരിറ്റി വന്നതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ ഒരുപാട് കഷ്ടപ്പാടുകളെന്ന് പറഞ്ഞ സിറ്റുവേഷനൊക്കെ വന്ന സമയത്തും കൂടെ ഞാൻ ഒറ്റയ്ക്ക് ഞാനത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് തന്നെ അതിനെ സോൾവ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇതിനൊക്കെ ഒറ്റൊരു കാരണം എന്ന് പറയുന്നത് എല്ലാത്തിനും നമ്മുടെ മനസ്സാണ് കേട്ടോ. നമ്മൾ മനസ്സ് എല്ലാത്തിനും ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളെ തളർത്താനോ അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയാനോ ആരും ഉണ്ടാകത്തില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില മാതാപിതാക്കളുണ്ട്, അവർക്ക് ആൺകുട്ടികൾ വലുതായി നല്ലൊരു ജോലിക്കൊക്കെ പോയി അവർ നല്ല രീതിയിൽ അവരെ നോക്കും. പെൺമക്കൾ എവിടെ നോക്കുമെന്ന് പറയുന്ന ചില മാതാപിതാക്കളുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ. രണ്ട് മക്കളും, അതായത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, രണ്ടും നിങ്ങളുടെ മക്കളാണ്. നിങ്ങൾ തന്നെ വേർപെടുത്തി കണ്ടാൽ പിന്നെ എങ്ങനെയാണത്? അപ്പോൾ ആണായാലും പെണ്ണായാലും അത് നിങ്ങളെ നോക്കേണ്ട കടമ അവർക്കുണ്ട് കേട്ടോ. നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ട് പെറ്റ് വളർത്തിയിട്ടുണ്ടാവും നിങ്ങളുടെ പാരൻസ്. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ മേലെ ഒരു വിശ്വാസം വെക്കുക. അതുപോലെ തന്നെ അവർ നിങ്ങളെ നോക്കും. പിന്നെ അതുപോലെ തന്നെ മക്കളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ ഉപേക്ഷിക്കരുത് കേട്ടോ. അതായത് ഇത്രയും കൊല്ലം നിങ്ങളെ പെറ്റ് വളർത്തി നല്ല രീതിയിൽ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു മാതാപിതാക്കളിനെ ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിച്ച് പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ വലുതായി കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങളുടെ ലൈഫ് നോക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിലും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരിക്കരുത് കേട്ടോ. അതായത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫാമിലിനെയും നോക്കണം, നമ്മുടെ മാതാപിതാക്കളിനെയും നല്ല രീതിയിൽ നോക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ചെയ്യാണ്ട് പിന്നെ വേറെ ആരാ ചെയ്യുക അവർക്ക് വേണ്ടി? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കടമകളൊക്കെ നിങ്ങൾ തന്നെ ചെയ്തു പോവുക. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേര് ഈ ഒരു സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.